1 സാമുവേൽ അധ്യായം 11. ഏകദേശം 1 മാസം കഴിഞ്ഞ് അമ്മോൻ രാജാവായ നാഹാഷ് സൈന്യസന്നാഹത്തോടെ യാബേഷ് ഗിലെയാദ് ആക്രമിച്ചു. യാബേഷിലെ ജനങ്ങൾ നാഹാഷിനോട് പറഞ്ഞു, ഞങ്ങളോട് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം. നാഹാഷ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത് കണ്ണ് ചുഴന്നെടുക്കും. ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം. അങ്ങനെ ഞാൻ ഇസ്രായേലിനെ മുഴുവൻ പരിഹാസപാത്രമാക്കും. യാബേഷിലെ ശ്രേഷ്ഠന്മാർ മറുപടി പറഞ്ഞു, ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതന്മാരെ അയക്കുന്നതിന് ഞങ്ങൾക്ക് 7 ദിവസത്തെ അവധി തരിക. ആരും ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരായിക്കൊള്ളാം. ദൂതന്മാർ സാവൂൾ വസിച്ചിരുന്ന ഗിബെയയിലെത്തി വിവരമറിയിച്ചു. ജനം വാവിട്ട് നിലവിളിച്ചു. സാവൂൾ വയലിൽ നിന്ന് കാളകളെയും കൊണ്ടുവരികയായിരുന്നു. ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്ന് അവൻ തിരക്കി. യാബേഷ് നിവാസികൾ പറഞ്ഞ കാര്യം അവർ അവനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. അവൻ്റെ കോപം ആളിക്കത്തി. അവൻ ഒരേർ കാളയെ വെട്ടിനുറുക്കി ദൂതന്മാർ വഴി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു. സാവൂളിൻ്റെയും സാമൂലിൻ്റെയും പിന്നാലെ വരാൻ മടിക്കുന്നവൻ ആരായാലും അവൻ്റെ കാളകളോടും ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞുവിട്ടു. ഇത് കേട്ട മാത്രയിൽ കർത്താവ് തങ്ങളോട് പ്രവർത്തിച്ചേക്കാവുന്നതോർത്ത് ഭയചകിതരായി അവർ ഒന്നടങ്കം പുറപ്പെട്ടു. സാവൂൾ അവരെ ബെസേക്കിൽ ഒരുമിച്ച് കൂട്ടി. ഇസ്രായേലിൽ നിന്ന് 3,00,000 പേരും യൂദായിൽ നിന്ന് 30,000 പേരും ഉണ്ടായിരുന്നു. യാബേഷ് ഗിലെയാദിൽ നിന്ന് ചെന്ന ദൂതന്മാരോട് അവർ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് മുൻപ് അവർ വിമുക്തരാകുമെന്ന് നിങ്ങളുടെ ജനത്തോട് പറയുക. യാബേഷിലെ ജനങ്ങൾ ഈ വിവരമറിഞ്ഞപ്പോൾ ആനന്ദതുന്നിലരായി. അവർ നാഹാഷിനോട് പറഞ്ഞു, നാളെ ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടുകൊള്ളാം. ഇഷ്ടമുള്ളത് ഞങ്ങളോട് പ്രവർത്തിച്ചു കൊള്ളുക. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സാവൂൾ തൻ്റെ ജനത്തെ 3 വിഭാഗമായി തിരിച്ചു. ശത്രുപാളയത്തിലേക്ക് പുലരിയിൽ തന്നെ അവർ ഇരച്ചു കയറി അമ്മോന്യരെ ആക്രമിച്ചു. ഉച്ചവരെ അവർ ശത്രുക്കളെ സംഹരിച്ചു. ശേഷിച്ചവർ ചിതറി ഒറ്റപ്പെട്ടുപോയി. അപ്പോൾ ഇസ്രായേല്യർ സാമൂലിനോട് പറഞ്ഞു, സാവൂൾ ഞങ്ങളുടെ രാജാവാകരുതെന്ന് പറഞ്ഞവരെവിടെ? അവരെ വിട്ടുതരിക, ഞങ്ങൾക്ക് അവരെ വകവരുത്തണം. സാവൂൾ പറഞ്ഞു, ഇന്നേതായാലും ആരെയും കൊല്ലേണ്ട. കർത്താവ് ഇസ്രായേലിന് മോചനം നൽകിയ ദിനമാണിന്ന്. സാമുവേൽ അവരോട് പറഞ്ഞു, നമുക്ക് ഗിൽഗാലിലേക്ക് പോകാം. ഒരിക്കൽ കൂടി സാവൂളിനെ രാജാവായി പ്രഖ്യാപിക്കാം. എല്ലാവരും ഗിൽഗാലിലേക്ക് പോയി. അവിടെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് സാവൂളിനെ അവർ രാജാവായി പ്രഖ്യാപിച്ചു. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാന ബലികൾ അർപ്പിച്ചു. സാവൂളും ഇസ്രായേൽ ജനവും സാഘോഷം ഉല്ലസിച്ചു. Chapter 11. About a month later, Nahash the Ammonite went up and laid siege to Jabesh-Gilead. All the men of Jabesh begged Nahash, "Make a treaty with us, and we will be your subjects." But Nahash the Ammonite replied, "This is my condition for a treaty with you. I must gouge out every man's right eye, that I may thus bring ignominy on all Israel." The elders of Jabesh said to him, "Give us 7 days to send messengers throughout the territory of Israel. If no one rescues us, we will surrender to you." When the messengers arrived at Gibeah of Saul, they related the news to the people, all of whom wept aloud. Just then Saul came in from the field behind his oxen. "Why are the people weeping?" he asked. The message of the inhabitants of Jabesh was repeated to him. As he listened to this report, the Spirit of God rushed upon him, and he became very angry. Taking a yoke of oxen, he cut them into pieces, which he sent throughout the territory of Israel by couriers, with the message, "If anyone does not come out to follow Saul and Samuel, the same as this will be done to his oxen."
In dread of the Lord the people turned out to a man. When he reviewed them in Bezek, there were 300,000 Israelites and 70,000 Judahites. To the messengers who had come he said, "Tell the inhabitants of Jabesh-Gilead that tomorrow, while the sun is hot, they will be rescued." The messengers came and reported this to the inhabitants of Jabesh, who were jubilant, and said to Nahash, "Tomorrow we will surrender to you, and you may do whatever you please with us." On the appointed day Saul arranged his troops in 3 companies and invaded the camp during the dawn watch. They slaughtered Ammonites until the heat of the day. By then the survivors were so scattered that no 2 were left together. The people then said to Samuel, "Who questioned whether Saul should rule over us? Hand over the men, and we will put them to death." But Saul broke in to say, "No man is to be put to death this day, for today the Lord has saved Israel." Samuel said to the people, "Come, let us go to Gilgal to inaugurate the kingdom there." So all the people went to Gilgal, where, in the presence of the Lord, they made Saul king. They also sacrificed peace offerings there before the Lord, and Saul and all the Israelites celebrated the occasion with great joy.